വേദിക എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ, എൻ്റെ അമ്മ പ്രെറ്റി ലേഡി. എന്തായിരുന്നു സീനിൽ, എന്താണ് ഒരു സ്ക്രീൻ അപ്പിയറൻസ്, ആ കോസ്റ്റ്യൂംസ്, ഓരോ സീനും ഹോസ്പിറ്റലിൽ നടന്നു വരും. ഷി ഹാസ് ഡൺ, എന്താ പറയണ്ടേ, ബ്യൂട്ടിഫുൾ ജോബ്. വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല രീതി. എന്താ അഭിനയം. വേദിക മലയാള ഭാഷ അറിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക്. എനിക്കൊരു ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവരെങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അവരെന്നെ ഞെട്ടിച്ചത് ലൊക്കേഷനിൽ വന്നിട്ട് പെർഫോം ചെയ്തപ്പോഴാണ്. അതിൻ്റെ കാരണം, നമ്മൾ ഫോണിലേക്ക് സംസാരിക്കുമ്പോൾ തീരെ മലയാളം അറിയില്ല. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് 3 ലാംഗ്വേജ് ഉപയോഗിക്കാറ്. അവർ സ്ക്രിപ്റ്റ് ആദ്യം പറഞ്ഞു കൊടുത്തു. കേട്ടപ്പോൾ തന്നെ എനിക്ക് ഹിന്ദിയിലേക്ക് എനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് തരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് കൊടുത്തു. അവരത് പഠിച്ചിട്ട് ഒരു ദിവസം എന്നെ ഫോൺ ചെയ്യണം, സർ ഫ്രീ ആണോ? നമ്മൾ ഫ്രീ ആണ് സർ, എനിക്കൊരു കുറച്ച് സമയം തരാം. തരാം, കുഴപ്പമില്ല. ഞാനൊരു ഡയലോഗ് ആദ്യം ഒരു ഇതൊക്കെയാണ് എൻ്റെ ഡയലോഗ്സ് പറഞ്ഞു നോക്കട്ടെ, എന്തൊക്കെ തെറ്റുകളെന്ന് പറയാനുള്ളൂ. കുറേ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചെറിയ പോസസിൻ്റെ പ്രശ്നങ്ങൾ, ചില പ്രൊനൗൺസിങ് മിസ്റ്റേക്സ്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാനത് അതിൻ്റെ മോഡുലേഷനിൽ വായിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഫസ്റ്റ് മുതൽ ഉള്ള ഡയലോഗ്സ് അതിൻ്റെ എങ്ങനെയാണ് ആലീസ് പറയേണ്ടത് അതിൻ്റെ മോഡുലേഷനിൽ വായിച്ചപ്പം നമ്മൾ ദേഷ്യമൊക്കെ വരുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കുമല്ലോ നമ്മൾ പറയുന്നത്. നമുക്ക് തന്നെ കൺട്രോളില്ല. നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണമെങ്കിൽ മുന്നേ വായ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് വരും. അതാണ് ഇമോഷൻ്റെ. അതെ. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അതിനകത്തൊരു പോസോ കാര്യങ്ങളോ മാറിപ്പോയി കഴിഞ്ഞാൽ മീനിങ് ഒന്നും കിട്ടില്ല. അപ്പം ഞാനത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ചിലത് കൺഫ്യൂസ് ആവുന്ന സമയത്ത് ചോദിക്കും, സാർ അതൊന്നും പറയാമോ? അപ്പോൾ പറഞ്ഞു കൊടുക്കും. ഇത് ശരിക്കും ഞാനൊന്നും ഓർത്തിട്ടില്ല. ഇത് ശരിക്കും അവർ റെക്കോർഡ് ചെയ്യായിരുന്നു. അത് ശരി. റെക്കോർഡ് ചെയ്തിട്ട് ആ ഹിന്ദി എഴുതി വെച്ചിരിക്കുന്നതും ഇതുമായിട്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കും. എന്നിട്ടത് പഠിക്കും, അക്ഷരത്തിൽ കാണാതെ പഠിക്കും. എന്നിട്ട് വന്നിരുന്ന് പെർഫോം ചെയ്യുന്നതാണത്. അപ്പം അതിൻ്റെ മീനിങ് ഉൾപ്പെടെ അവർക്ക് കൃത്യമാണ്. ഇംഗ്ലീഷും ഹിന്ദിയും ഉണ്ടായിരുന്നു. മീനിങ് ഉൾപ്പെടെ അറിയാം. ഇപ്പം മീനിങ്ങിൽ അതിൻ്റെ ഭാവവ്യത്യാസങ്ങൾ ഉൾപ്പെടെ പെർഫോം ചെയ്യുന്നൊരു, പിന്നെ എനിക്ക് വളരെ കുറച്ച് അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുള്ളൂ. അല്ലാതെ ഉള്ളതെല്ലാം അവർ, അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനും എടുക്കുന്നുണ്ട്, എല്ലാവരും അങ്ങനെ ഒരു കോപ്പറേറ്റ് ഉണ്ടായിരുന്നു. അത് അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സഹകരണം ഉണ്ടായിരുന്നു.